വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 38-49. യേശുവും ശിഷ്യന്മാരും യാത്ര പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ സ്വന്തം ഭവനത്തിൽ അവനെ സ്വീകരിച്ചു. അവൾക്ക് മറിയാമെന്നു പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ വന്ന് കർത്താവിന്റെ തൃപ്പാദങ്ങളിലിരുന്ന് വചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മാർത്തയോ പലവിധ ശുശ്രൂഷകളിൽ ശ്രദ്ധയായിരുന്നു. അവൾ വന്ന് അവനോട്, എന്റെ കർത്താവേ, ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ സഹോദരി എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിക്കുവാൻ അവളോട് പറയണമേ എന്ന് പറഞ്ഞു. എന്നാൽ യേശു അവളോട്, മാർത്തയേ മാർത്തയേ, നീ പലവിധ കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെട്ട് അസ്വസ്ഥയായിരിക്കുന്നു. എന്നാൽ ആവശ്യമുള്ളത് ഒന്നേ ഉള്ളൂ. മറിയാമ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് ആരും അപഹരിക്കുകയുമില്ല എന്ന് പറഞ്ഞു. നാളത്തെ വനിതാ ദിനത്തിന്റെ ഒരുക്ക ധ്യാനങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ചു. ഇന്ന് തുടരുകയാണ്. വനിതാ ദിനത്തിൽ വനിതകൾ എങ്ങനെയാണ് ആനന്ദിച്ചത്, മക്കൾക്ക് എങ്ങനെ അനുഗ്രഹമായി തീർന്നെന്ന് ചിന്തിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ ആകുല ചിന്തകളെ പരിഹരിക്കുവാനുള്ള എളുപ്പമാർഗം വചനമായ യേശുവിലൂടെ ഇരിക്കുന്നതാണെന്നുള്ള വാദം പഠിക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കണം. പക്ഷെ ആകുല ചിന്തകളെല്ലാം സ്തോത്രമാക്കി മാറ്റി വചനമായ കർത്താവിൻ്റെ കൂടെ അങ്ങ് ഇരുന്നാൽ മതി. അത് കർത്താവിൻ്റെ പ്രശ്നമായിക്കോളൂ. ഇന്നിവിടെ വന്നിരിക്കുന്ന പല പ്രശ്നങ്ങളുടെ എഴുതുന്നിരിക്കുന്ന പേപ്പറിലെല്ലാം നിങ്ങളുടെ ആകുലതകളാണോ, അതെല്ലാം കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് നമുക്ക് വചനത്തിൻ്റെ കൂടെ അങ്ങ് ഇരിക്കാം. വചനം നമുക്ക് ആശ്വാസം തരട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായ നമ്മുടെ വിശ്വാസം പുതുക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിലും സഭയിലും ഉള്ളതായ നമ്മുടെ വിശ്വാസം പുതുക്കുന്നതായ സമയം. ഇന്ന് നമ്മൾ കേട്ടതായ തിരുവചന പശ്ചാത്തലത്തിൽ നമ്മുടെ ആകുലത ചിന്തകൾ മാറാത്തതിൻ്റെ കാര്യം എന്താണെന്ന കാര്യത്തിനെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഒത്തിരി ആകുല ചിന്തകളുണ്ട്. വിവാഹം എന്നാ നടക്കാത്തത്, വിവാഹം നടത്തുന്ന മക്കളുണ്ടാകാത്തത്, നടന്ന വിവാഹം എന്നാ തെന്നിപ്പോയത്, എന്താ പണമില്ലാത്തത്, പണം ഉണ്ടായിട്ടുള്ളത് തികയാത്തത്, കടം എന്നാ വീടാത്തത്, ഇങ്ങനെ ഒത്തിരി ആകുലതകൾ നമ്മളെ അലട്ടുന്നുണ്ട്. എന്നാൽ ആദ്യമായി ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ നമുക്ക് വേണ്ടതില്ല, നമ്മളെ തേടി വരുമെന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവുന്ന കാര്യസ്ഥനാണ് മുൻഗണനാക്രമം അറിയാവുന്ന കാര്യങ്ങളുടെ. നമുക്കെല്ലാം നമ്മുടെ ആവശ്യം കഴിഞ്ഞതിനെ കുഴഞ്ഞു പറഞ്ഞു മനസ്സിൽ കിടക്കുക. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്നു. എപ്പോഴാണ് നടക്കുന്ന ഒരു പിടിയുമില്ല. എന്നാൽ ഈ പ്രശ്നം കാര്യസ്ഥനെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന് എല്ലാത്തിൻ്റെയും ക്രമം അറിയാം. എല്ലാം ഉചിതമായും ക്രമമായും കണ്ടുമായും ചെയ്യും. അതങ്ങോട്ട് ക്രമീകരിച്ചാൽ നന്നായിട്ട് മാല പോലെ കാര്യങ്ങൾ നടന്നു വരും. അതുകൊണ്ട് നമ്മുടെ ആകുല ചിന്തയുടെ ഒരു പ്രതീകമാണ് മാർത്തയുടെ വിചാരങ്ങൾ. മാർത്തയ്ക്ക് വേണമെങ്കിൽ കർത്താവ് കയറി വന്ന ഉടനെ തന്നെ ആ മാർത്തയും മറിയയും കൂടി ചെന്ന് കർത്താവിനെ സ്വീകരിച്ച്, കർത്താവെ വന്ന് വളരെ നന്ദിയുണ്ട്, ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു കർത്താവിനെ ഒന്നുകൂടെ കാണാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ വരെ വളരെ അനുഗ്രഹമായിരുന്നു. വന്നപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പെട്ടെന്ന് ആഹാരവും കഴിച്ചു. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അതുകൊണ്ട് കർത്താവിനിപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത്? ഇന്നത്തെ കർത്താവിൻ്റെ നിയോഗം എന്താണ്? ഞങ്ങൾക്ക് എന്ത് വചനമാണ് തരാനുള്ളത്? ഞങ്ങൾക്ക് എന്താ സന്ദേശമുള്ളത്? അതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് എന്തായി ചെയ്യേണ്ടത് എന്നൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ പറഞ്ഞ മക്കളെ അങ്ങോട്ടിരിക്കെ, എനിക്ക് ചില സന്ദേശം നിങ്ങൾക്ക് തരാനുണ്ട്. സ്വർഗത്തിലെ അപ്പച്ചൻ കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരണമെന്നും നിങ്ങളുടെ വീട്ടിലെ ചില പ്രശ്നങ്ങൾക്ക് ചില പരിഹാരം തരാൻ വേണ്ടി ചില വചനവുമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നിച്ച് ആഹാരം ഉണ്ടാക്കാം. ഞാനിവിടെ വേണം കൂടാം. എനിക്കിതൊക്കെ നല്ലോണം എൻ്റെ അമ്മച്ചിയെ ഞാൻ അടുക്കള ഒത്തിരി സഹായിച്ചിട്ടുള്ളതാണ്. ആഹാരം ആവശ്യമാണ്, പാനീയവും ആവശ്യം. പക്ഷേ ആദ്യം വേണ്ടത് വചനവും. അതിനുശേഷം പരിശുദ്ധാത്മാവിന് നടത്തിപ്പും ഉണ്ടായിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ ഉചിതമായും ചന്തമായും ക്രമമായും ഇതൊക്കെ സമയം കഴിച്ച് നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞൊരു പരസ്പര ധാരണയിൽ അവരെല്ലാവരും ഒന്നിച്ചിരുന്നെങ്കിൽ ഈ വഴക്ക് കേൾക്കണമായിരുന്നു. എന്നാൽ നല്ലൊരു കാര്യമാണ് മാർത്ത ചെയ്തത്. എന്താ? കർത്താവ് വന്നു ഓടിച്ചെന്ന് ആപ്യാനതാ ദോശ ചൊടിയില്ല, ചോദിച്ചേച്ച് വേണം അത് ചെയ്യാൻ. തലയോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്ന് ഊഹിച്ചങ്ങ് ചെയ്യുകയല്ല വേണ്ടത്. എല്ലാം തലയോട് ചോദിക്കുക. എനിക്കിങ്ങനെ തോന്നുന്നു, കർത്താവ് നിനക്ക് എന്താണ് ആവശ്യം എങ്കിൽ അങ്ങനെ ഒരു വാക്ക് ചോദിക്കാതെ എന്നിട്ട് ഇവിടെ എന്നെ ഒറ്റയ്ക്കിട്ടിരിക്കുന്ന വഴിയായി പരിഭവമായി
പ്രാർത്ഥനയായി ഇതെല്ലാം കലഞ്ഞു മറിഞ്ഞു. അവസാനം മറിയയ്ക്ക് വിശ്രാന്തി കിട്ടിയായിരുന്നു. അവൾ നല്ല അംശം, അപ്പം നല്ല അംശം തിരഞ്ഞെടുത്താൽ വേറെ വേണ്ട കാര്യങ്ങളെല്ലാം പുറകെ വന്നോളൂ. നല്ല അംശം തിരഞ്ഞെടുക്കാതെ നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ അസമയത്ത് ചെയ്തതായി, അതുകൊണ്ടാണ് കാര്യങ്ങൾ കുഴഞ്ഞു കിടക്കുന്നത്. നല്ലതും ചീത്തയും ആയിട്ടൊന്നുമില്ല, എല്ലാം നല്ലതാണ് ദൈവം സൃഷ്ടിച്ചപ്പോൾ. പിന്നെ ഏത് നല്ലതും ഏത് ചീത്തയായിത്തീരുന്നു? ഉചിതവും ക്രമവുമായി പരിശുദ്ധാത്മാവിന്റെ മുൻഗണനാ ആ ക്രമത്തിൽ ചെയ്യാതെ വരുമ്പോഴാണ് ചിലത് ചീത്തയായിട്ട് മാറുന്നത്. സൃഷ്ടിച്ചപ്പോഴെല്ലാം നല്ലതായിരുന്നു, പക്ഷെ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ചിലത് ചീത്ത, ചിലത് വൃത്തികെട്ടത്, ചിലത് പാപം, ചിലത് തിന്മ എന്നൊക്കെ പറഞ്ഞ് ഇനംതിരിഞ്ഞങ്ങ് പോവുക. അപ്പൊ നന്മയുടെ ഉറവിടമായ പരിശുദ്ധാത്മാവിന്റെ മുൻഗണനാക്രമത്തിൽ കാര്യങ്ങൾ മേടിച്ചാൽ എല്ലാം നന്നായി നടന്നുകൊണ്ടേ തന്നെ ഇരിക്കും. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുമ്പോൾ കാര്യസ്ഥനോട് ക്ഷമ ചോദിക്കുക. കാര്യസ്ഥനോട് ചോദിച്ചല്ല ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഇനിയും അവലാതിയും വേവലാതിയും ഇപ്പോഴും നടക്കുക. ഞങ്ങൾ ഇന്നെങ്കിലും ഇപ്പോഴെങ്കിലും മറിയ എന്ന പോലെ നിന്റെ വചനത്തിൽ നിൽക്കാനും വന്നിരിക്കുക. ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ ആശ്വസിപ്പിക്കണം. ദൈവരാജ്യം, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം ഏതാണ്, അതെങ്ങനെയാണ് കിട്ടുന്നത്, അതിന് ശേഷം ഞങ്ങൾ കാര്യം ഇങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾ കാണിച്ചിടണമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടെ ചോദിക്കാൻ പോവാണ്. അളവില്ലാതെ തരാമെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടെ ചോദിക്കുക. പക്ഷേ അളവില്ലാത്ത പരിശുദ്ധാത്മാവിനിരിക്കാൻ അളവില്ലാത്ത സ്ഥലം വേണം. അളവില്ലാത്തൊരു സ്ഥലമേ ഉള്ളൂ സമുദ്രത്തെ അളകാനും പോകും. അപ്പോൾ സമുദ്രം പോലെ ആഴമായ വിശാലമായ ഒരു ഹൃദയം ഉണ്ടാക്കിയാൽ മാത്രം മതി. അതിലോട്ട് നദി പോലെ സമാധാനം ഒഴുകിക്കൊണ്ടേയിരിക്കും. അതങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് അലയടിച്ച് നീതിയുടെ അനുഭവങ്ങൾ ഒന്നിനു പറയാൻ വന്നുകൊണ്ടിരിക്കുമെന്ന് യെശയ്യാ 48:18 പറഞ്ഞിരിക്കുന്നു. യെശയ്യാ 48:18 വേണമെങ്കിൽ ഒന്നാം സ്ഥാനം പരിശുദ്ധാത്മാവിനെ കൊടുക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് കൊടുക്കുക. ആ അളവില്ലാത്ത അനുഗ്രഹിച്ചോട്ട് വരട്ടെ, അതിൻ്റെ കൂടെ വരേണ്ടതെല്ലാം വന്നോളൂ എന്നുള്ള കാര്യം ഉറപ്പോട് നമ്മുടെ വിശ്വാസപ്രമാണം പുതുക്കി ദൈവമായിട്ടുള്ള ബന്ധം അസ്ഥാനത്തിരിക്കുന്നതിനെല്ലാം യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ വിശ്വാസപ്രമാണം തുടരുകയാണ്. ഈ കാര്യത്തിൽ സഭയ്ക്കും സഭാപിതാക്കന്മാർക്കും പറ്റിയിരിക്കുന്ന അമളിയാണ് നമ്മൾ ഏറ്റു പറയേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധ ഭാവാതിരുമേനി തൊട്ടുള്ള പുരോഹിത വർഗത്തിൻ്റെ പ്രതിനിധിയായി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാവിനനുസരിച്ച് തന്നെയാണോ സഭയിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്? അതുകൊണ്ടാണ് വഴക്ക് മാറാത്തത്. വഴക്കും ഭിന്നതയും പ്രശ്നങ്ങളും മാറാത്തത് പരിശുദ്ധാത്മാവിനേക്കാൾ അധികം സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് അങ്ങനെ പോകുന്നതുകൊണ്ടാണ് മത്സരങ്ങളും ഇടർച്ചകളും പതർച്ചകളും പ്രശ്നങ്ങളുമായി ഇന്നും ഒരിടയിന് ഒരു തൊഴുത്തുവാകേണ്ട സ്ഥാനത്ത് പല ഇടയന്മാരും പല തൊഴുത്തുകളും തൊഴുത്തിക്കുത്തുകളുമായി ദൈവനാമം ദുഷിച്ചിട്ട് കർത്താവിന് രണ്ടാമത് വരാനുള്ള കാത്തുതരത്തിൽ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചുകൊണ്ട് മാറി നിൽക്കുന്നു. അതുകൊണ്ട് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഞാൻ ദുഃഖിപ്പിച്ചതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുക. നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാവോ? നമുക്ക് എല്ലാവർക്കും ക്ഷമ ചോദിച്ച് കാര്യത്തിൻ്റെ കാര്യേൽപ്പിക്കാം. സഹോദരി ശ്രമങ്ങളെ മാതാക്കളെ ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന ഇരിക്കുവാനുള്ള ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന 25 നോമ്പ് ഡിസംബർ മാസം 1-ാം തീയതി ആരംഭിക്കുന്നതിന് മുമ്പ് വനിതാ ദിനമായ ഒരു ദിവസം സഭ വേർതിരിച്ചിരിക്കുന്നത് നാളെയാണ്. നാളെ ഇവിടെ രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന വനിതാ ദിനത്തിൻ്റെ പ്രത്യേക ധ്യാനം അത് 10 മണി 10:30 ഉള്ളിൽ തീരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എലിസബത്തിൻ്റെ അടുക്കിലേക്കുള്ള മറിയാമിൻ്റെ യാത്രയുടെ ആ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു വനിതാ ദിനം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം നാളെ വനിതാ ദിനമായതുകൊണ്ട് പുരുഷന്മാരും പള്ളിയിൽ പോകണ്ടെന്നില്ല കേട്ടോ. എന്താ ഇപ്പോൾ വനിതകളുടെ ദിവസമല്ലേ പുരുഷന്മാർ നിന്നെ ഇവിടെ പോകും വിചാരിക്കണ്ട. ഈ പുരുഷന്മാരുടെ അകത്തൊരു വനിതയുണ്ടെന്നറിയാവോ? അതറിഞ്ഞിരിക്കണം. എല്ലാ പുരുഷന്മാരുടെ അകത്തൊരു വനിതയും കൂടെ ഉണ്ട്. ഏതാ വനിതയെന്നറിയാമോ? പ്രാണക്കുട്ടി. എന്താ പ്രാണക്കുട്ടി? നമ്മുടെ സോൾ, നമ്മുടെ പ്രാണൻ വനിതയാണ്, കന്യകയായ ഒരു വനിതയാണ്. അപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ സകല മനുഷ്യരുടെയും സോൾ, ദേഹി, പ്രാണൻ, ജീവൻ ഇവയെല്ലാം ഒരു കന്യകയാണ്, ഒരു വനിതയാണ്. അപ്പോൾ പുരുഷന്മാരും വരണ്ടേ നാളെ? വേണമില്ലേ? അയ്യോ നിങ്ങളുടെ വനിതയെ കൊണ്ടുവരണം. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ വനിതയുണ്ട്. അപ്പോൾ ആ വനിതാ ദിനത്തിൽ വനിതമാർക്കുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്ന ദിവസമാണ്. ആദ്യമായി വനിതാ ദിനത്തിൽ ചിന്തിക്കേണ്ടത് വനിതമാർക്ക് അനുഗ്രഹം പോയത് ഇതിലെവിടെയാണ്. അനുഗ്രഹം പോയ വഴി കണ്ടുപിടിച്ചാലേ കിട്ടുന്ന അനുഗ്രഹം നിലനിൽക്കുള്ളൂ. അനുഗ്രഹം ഒത്തിരി കിട്ടുന്നത് അതിൽ ചോർന്നങ്ങ് പോവുക. അനുഗ്രഹങ്ങൾ വരുന്ന വഴി ഏതാ? അനുഗ്രഹം ചോരുന്ന വഴി ഏതാ? അനുഗ്രഹം നിലനിർത്താനുള്ള മാർഗം എന്താ? അത് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നത് എങ്ങനെയാണ്? ഇതൊക്കെയും എല്ലാ വനിതകളും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ വല്യമ്മച്ചി ഹവ്വ ആദ്യത്തെ വനിത. മനുഷ്യജാതിക്ക് മുഴുവൻ ശാപവും അശുദ്ധിയും
വേദനയും ദുഃഖവും എല്ലാം വരുത്തി വെച്ചു. വേദനയോടെ നീ മക്കളെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രസവവേദനയ്ക്ക് കാരണം ആദ്യത്തെ വനിതയുടെ കൽപ്പന ലംഘനമാണ്. അതുപോലെ കഷ്ടത്തെയും ഗർഭധാരണം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. പ്രസവവേദനയുടെ സമയത്ത് മേലാ പരിപാടി വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ 10 മാസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത് കഴിഞ്ഞ് വന്നിരിക്കും. എന്താ ആദ്യത്തെ അങ്ങ് മറക്കുക. അപ്പൊ അങ്ങനെ ഏതെല്ലാം വേദന വന്നാലും എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും തൃപ്തി വരാത്ത തരത്തിൽ 10, 12, 13 പേരുടെ അമ്മയാകാൻ വരെ ഒരമ്മയ്ക്ക് കഴിവുണ്ട്, അമ്മയ്ക്ക് ആഗ്രഹവുമുണ്ട്. വേദനയുടെ സമയത്തൊന്ന് ഒന്ന് കരയുന്നേ ഉള്ളൂ, പിന്നെ അതൊന്ന് നടക്കും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് ഹവ്വയ്ക്ക് കിട്ടിയതായ ഒരു അനുഗ്രഹമാണ് നീ വേദനയോടെ മക്കളെ പ്രസവിക്കണമെന്ന്. അപ്പൊ വേദനയോടെ തന്നെ അങ്ങ് പ്രസവിച്ചു. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അതും അനുഗ്രഹമാണെന്ന് ഓർപ്പിക്കുന്നു. വേദന ഇല്ലാതെ പ്രസവിക്കാൻ ഒത്തിരി മാർഗമുണ്ട്. പക്ഷെ അത് കുഞ്ഞുങ്ങളെയും അനുഗ്രഹത്തെയും ബാധിക്കും എന്നുള്ളൂ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ വചനപ്രകാരം ഏതായാലും ശാപം വന്നുപോയി. ശാപം മാറാൻ വേദനയും വേണം, ദുഃഖവും വേണം, സങ്കടവും വേണം. ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടി ഇതിനെല്ലാം പ്രയോജനപ്പെടുത്താമെങ്കിൽ നമുക്ക് അനുഗ്രഹം 1000 തലമുറയ്ക്ക് വരെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഹവ്വയിലൂടെയാണ് മനുഷ്യജാതിക്ക് പാപവും ശാപവും വന്നത് എന്നുള്ളതുകൊണ്ട് യഹൂദ ജാതി മുഴുവനും സ്ത്രീകളെ താഴ്ത്തിക്കെട്ടിയിരുന്നു. സ്ത്രീകൾക്ക് ഒരു സാധനവും കൊടുത്തില്ല. സ്ത്രീകളുടെ കാര്യം മിണ്ടുക പോലുമില്ല. കർത്താവിൻ്റെ കാലത്ത് 5000 പേർക്ക് ആഹാരം കൊടുത്ത സ്ത്രീകളുടെ കാര്യം വല്ലതും പറഞ്ഞു? 5000 പുരുഷന്റെ കാര്യം മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിലെ പല സന്ദേശങ്ങളും പുരുഷന്മാർക്ക് മാത്രമാണ്. അതുകൊണ്ട് വനിതകൾ ദുഃഖിക്കണോ? വേണ്ട. പുരുഷന്മാരുടെ അകത്ത് വനിതയുള്ളതുകൊണ്ട് വനിതയും കിട്ടിക്കോളൂ. അതുകൊണ്ട് ഏകോത്സവത്തിലെ പുരുഷന്മാർ കൊടുക്കുന്ന സന്ദേശമെല്ലാം വനിതകൾ കൂടി ഉള്ളതായതുകൊണ്ട് അവരും നിരാശപ്പെടേണ്ട എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ പഴയ നിയമകാലത്തിൽ വനിതകൾക്ക് അങ്ങനെ സ്ഥാനം കൊടുക്കാതെ പോയത് ആദ്യത്തെ വനിത അനുസരണക്കേട് കാണിച്ചതുകൊണ്ടും അത്യാഗ്രഹിയായതുകൊണ്ടുമാണ്. വനിതകളുടെ ഉള്ളിൽ കയറി വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് തന്നതിനെക്കുറിച്ച് നന്ദിയില്ല, തരാത്തതിനെക്കുറിച്ച് വെറുവെറുപ്പാണ്. എന്തെല്ലാം ഉണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള നന്ദിയല്ല, ഇല്ലാത്തതിനെക്കുറിച്ചുള്ള വെറുവെറുപ്പ്. അതെങ്ങനെ കിട്ടി, എങ്ങനെ കിട്ടും, കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതായ കൊതിക്കറു ആ വല്യമ്മച്ചിക്കുണ്ടായിരുന്നു. അതെല്ലാവരുടെയും രക്തത്തിൽ അലിഞ്ഞേർന്നിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അതിൻ്റെ കാര്യം അഹങ്കാരമൊന്നുമാണ്. ഉള്ളതിന് നന്ദി പറയാതെ ഇല്ലാത്തതിന് വെറുവെറുത്ത് അതിനുവേണ്ടി ഏത് മാർഗവും അവലംബിച്ച് ആരെയും കൂട്ടുപിടിക്കുന്ന നമ്മുടെ ആ ബലഹീനത അഹങ്കാരമാണ്. അത് നമ്മളെ താഴ്ത്തിക്കളയുകയുള്ളൂ. ഹവ്വയ്ക്ക് നല്ല ഒന്നാമതൊരു തോട്ടം ഉണ്ടായിരുന്നു. സുന്ദരനായ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. എല്ലാ ജീവജാലങ്ങളും അവിടെയുണ്ട്. അവരോട് ഇണങ്ങിക്കഴിയുന്ന എല്ലാ ജീവജാലങ്ങളും അവരോട് ഇണങ്ങിക്കഴിഞ്ഞ ഒരു നല്ല തോട്ടം. എല്ലാ 4 മണിക്കും സ്വർഗത്തിലെ അപ്പച്ചൻ നടക്കാൻ വരും. ഇവർ രണ്ടുപേരുടെയും കയ്യെ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒത്തിരി നന്മകൾ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും വില എന്നാന്നുള്ള കാര്യം അവർ കണക്ക് കൂട്ടി നോക്കിയില്ല. പിള്ളേരോട് ചോദിച്ചാൽ അവർ വാ വിളിക്കുക, നിങ്ങളെ എത്ര നമ്മൾ വളർത്തിയതിന് എത്ര ചിലവുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞുകൂടാ. ബുദ്ധിയില്ല, പരീക്ഷയ്ക്ക് മാർക്കില്ല, പഠിക്കാനൊക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന പിള്ളേരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, മക്കളെ എത്ര വയസ്സായി? 15 വയസ്സായി, അല്ലേ 18 ഈ 18 കൊല്ലം നിങ്ങളെ വളർത്തി പഠിപ്പിച്ചതിന് പപ്പായിക്കും മമ്മിക്കും എന്നാ ചിലവുണ്ടോ? ഞങ്ങൾക്കറിയാൻ പോലെ ഞാൻ അവരെ കൊണ്ട് കണക്ക് കൂട്ടിക്കുക. ആ പ്രസവത്തിന് ആശുപത്രി എത്ര രൂപ ചിലവായി? കേട്ട് 10,000 രൂപ. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ആശുപത്രിയിലായിരുന്നെങ്കിൽ എത്രയാവുമെന്ന് കണക്ക് കൂട്ടിക്കുമ്പോൾ ഒരു ആവറേജ് ശരാശരി ഒരു 1,00,000 രൂപയെങ്കിലും ചിലവാക്കിയെങ്കിൽ ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ഒരു കൊല്ലം. അങ്ങനെ പഠിത്തം തുടങ്ങുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസ ചെലവും കൂടെ കൂട്ടി വരുമ്പം ഓരോ വർഷവും കുറഞ്ഞത് 1,00,000 രൂപയെങ്കിലും ചെലവഴിച്ചെങ്കിലേ പഠിക്കാനും വളരാനും പിള്ളേർക്ക് ഇതുവല്ലോ അറിയാവും. അങ്ങനെ പിള്ളേർക്ക് ആ കടബാധ്യതയെക്കുറിച്ചുള്ള ബോധം വേണം. എൻ്റെ അപ്പനും അമ്മയും അവരുടെ ജീവൻ പണയം വെച്ചാണ് എന്നെ വളർത്തിയത്, എനിക്ക് ജന്മം തന്നത്. അവർക്ക് ഒത്തിരി നഷ്ടങ്ങളും കഷ്ടങ്ങളും വന്നിട്ടുണ്ട്. അത് എനിക്ക് വലിയൊരു കടമാണ്, ഞാനത് വീട്ടേണ്ടതാണ് എന്നുള്ള ബോധത്തോടുകൂടി ഏതെങ്കിലും പിള്ളേർ അപ്പനും അമ്മയ്ക്കും താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ? പപ്പ മമ്മി താങ്ക് യു വെരി മച്ച് പിള്ളേരെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് നന്ദി പറഞ്ഞാട്ടെ പിള്ളേർ. എല്ലാ പിള്ളേരും എന്ന് പറഞ്ഞാട്ടെ, എല്ലാവരും പിള്ളേരല്ലേ. നമ്മുടെ പപ്പായ്ക്കും മമ്മിക്കും നമ്മൾ നന്ദി പറഞ്ഞത്, നന്ദി എന്ന് പറഞ്ഞാട്ടെ, സ്തോത്രം, നന്ദി, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പപ്പായ്ക്കും അമ്മയ്ക്കും നമ്മൾ നന്ദി കൊടുക്കാഞ്ഞത് ശാപമായി കിടപ്പുണ്ട്. അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ദീർഘായുസ്സ് നന്മയും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അവരെല്ലാം ഇപ്പോൾ ഒന്ന് കേട്ടുകൊണ്ട് സന്തോഷിക്കുക. പപ്പായ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞാൽ ഇന്നും മഞ്ഞിൽ പിള്ളേരെ എപ്പോഴും നിങ്ങൾക്ക് ബോധം വന്നതിൽ വളരെ നന്ദി എന്ന് പറഞ്ഞാൽ അവർ സന്തോഷിക്കുക. അപ്പം അങ്ങനെ
നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ മാതാപിതാക്കൾക്ക് ആദ്യത്തെ മാതാവിനെ നല്ല ഒന്നാമതൊരു തോട്ടം ഉണ്ടായിട്ട് നന്ദി പറഞ്ഞില്ല, നല്ല ഒന്നാമതൊരു ഭർത്താവ് ഉണ്ടായിട്ട് നന്ദി പറഞ്ഞില്ല. അവർക്ക് വേണ്ടിയതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യത്തെ അവൾ കയറി ഞാൻ കുറിച്ചു. എന്താ? നടുക്ക് നിൽക്കുന്ന നല്ല ഉണ്ടാക്കുള്ളതാണ്, അത് മാത്രം ഞാൻ തരാഞ്ഞത്. ബാക്കിയെല്ലാം തന്നതിന് നന്ദിയില്ല, അതുമാത്രം എന്തുകൊണ്ട് തരുന്നില്ല? ചോദ്യമാണ്. കണ്ടാക്കൊള്ളാവുന്ന നടുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് പറിക്കരുതെന്ന് തിന്നെന്ന് പറഞ്ഞു. എന്തിനും അറിയാതെയാണ്. എന്നാ പിന്നെ തെറ്റിക്കാതിരിക്കണ്ടേ? എല്ലാ കുറ്റം ആർക്കാ? തേന്ന് വരാൻ അത് വേണ്ടാത്താണ്. പിന്നെ സൃഷ്ടിക്കാതിരുന്നാൽ പോരായിരുന്നു. സൃഷ്ടിച്ചു വെച്ച ജതിലേ പോയാലും ഇത് കാണാം, നടക്കാൻ നിൽക്കുന്നത്. നോക്കരുത്, എടുക്കരുതെന്ന് പറഞ്ഞാൽ എന്ത് വിഷമം. അത് നമുക്ക് വലിയ പരിമമായി. ഒത്തിരി സംശയങ്ങൾ മനസ്സിൽ വരിക. ഈ നല്ല ഒന്നാന്തരം പഴം ഇത് ആർക്കാ? പിന്നെ ഈ അച്ചായനെ വേറെ വല്ലവരും കാണുമോ? ഇനി വേറെ തോട്ടം വല്ലതും ഉണ്ടോ? ഇനി അവർക്ക് പറ്റിക്കൊണ്ട് കൊടുക്കാനാണോ? ഈ തോട്ടം മാത്രമല്ല, വേറെ തോട്ടം വല്ലതും ഉണ്ടോ? ഈ 4 മണിക്ക് കഴിഞ്ഞിട്ട് വരും, ഉച്ചയ്ക്ക് എവിടെ പോയി കഴിഞ്ഞിട്ട് വരും, രാവിലെ എവിടെയായിരുന്നു, കഴിഞ്ഞ രാത്രി എവിടെയായിരുന്നു, ഇങ്ങനെയൊക്കെ ഒത്തിരി സംശയം. 4 മണിക്കേ വരുള്ളൂ. അപ്പോൾ 4 മണിക്ക് മുമ്പ് ഇനി വേറെ തോട്ടങ്ങളോ വേറെ വല്ല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെക്കാൾ അവരോടാണോ ഇനി സ്നേഹം? ഇങ്ങനെയൊക്കെ സംശയം വരാം. ഇങ്ങനെ ഒത്തിരി സംശയങ്ങൾ ഈ മാതാവിൻ്റെ മനസ്സിൽ വന്നു. ഈ സംശയമൊന്നും മാതാവിനോടും പറഞ്ഞില്ല, അപ്പച്ചനോടും പറഞ്ഞില്ല. നമ്മുടെ മനസ്സിൽ ഇനി ഒത്തിരി സംശയങ്ങളും ആകുലങ്ങളും ചിന്തകളും ഉണ്ടാക്കാൻ പിശാചിന് കഴിവുണ്ട്. പിശാച് ഈ ഏദൻ തോട്ടത്തിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് ഈ ഹവ്വായുടെ ഈ നോട്ടവും ഈ പരിഭവവും ഈ സംശയങ്ങളെല്ലാം പിടിച്ചെടുക്കും. അവളെ പറ്റിക്കാൻ, വീഴിക്കാൻ, ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ നല്ല മാർഗ്ഗം ഇതാണെന്ന് കണ്ടുപിടിച്ച് പിശാച് പാമ്പിലൂടെ അകത്ത് കയറി കൗശലപൂർവ്വം അവരെ പറ്റിച്ച് താഴെ വീഴ്ച എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹവ്വയുടെ സ്വഭാവം നമ്മുടെ എല്ലാവരുടെയും രക്തത്തിലുണ്ട്. അപ്പോൾ ഹവ്വയുടെ സ്വഭാവം നമുക്ക് എല്ലാവരും, അതിൻ്റെ പേരാണ് ജഡമെന്നും സ്വയമെന്നുമാണ് അതിന് വേദോസ്തത്തിൽ കൊടുത്തിരിക്കുന്ന പേര്. ജഡവും സ്വയവും ഇതെല്ലാം പിശാചിൻ്റെ ഒളിപ്പടങ്ങളാണ്. അപ്പോൾ ആ ജഡത്തിൻ്റെയും സ്വയത്തിൻ്റെയും ആ സ്വഭാവമാണ് തന്നതിന് നന്ദിയില്ലാതെ അതിനകത്തിന് കിട്ടാത്തതിന് വെറുവെറുപ്പ്. ആ വെറുവെറുപ്പ് പരിഭവമായി, സംശയമായി, വിരോധമായി, അത്യാഗ്രഹമായി പിശാചിന് ഒളിപ്പടമായി മാറുകയാണ്. അപ്പോൾ ഈ വനിതാ ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നമ്മുടെ ആദ്യത്തെ വെല്ലുമച്ചിയായ വനിതയ്ക്ക് ഇങ്ങനൊരു ബലഹീനതയുണ്ടായി. ആ ബലഹീനത എനിക്കുമുണ്ട് കർത്താവേ. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നോയമ്പുകൾ വെച്ചിരിക്കുന്നത്. ഇതാ 25 നോയമ്പ് വരുന്നു, ബുധൻ വെള്ളി നോയമ്പ്, അത് കഴിഞ്ഞാൽ 3 നോയമ്പ് വരാൻ പോകുന്നു, ജനുവരി മാസം 17, 18 മുതൽ. അങ്ങനെ അത് കഴിഞ്ഞ് 25 നോയമ്പ് വരുന്നു. ഇങ്ങനെ നോയമ്പുകൾ 5 നോയമ്പ് വെച്ചിരിക്കുന്നു, ബുധൻ വെള്ളി നോയമ്പ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഈ പാപവിഷത്തിൻ്റെ ആ വിഷം ഇറക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു വ്രതമാണ് ഈ നോയമ്പെന്നുള്ള കാര്യം ഓർപ്പിക്കണം. അപ്പോൾ ആദ്യ വനിതയായിരിക്കുന്ന ആ ഹവ്വയ്ക്കുണ്ടായതായ അത്യാഗ്രഹമാണ് വിഗ്രഹമായി മാറി അതിന് പിശാച് കയറിയിരുന്നു. അത്യാഗ്രഹങ്ങളെല്ലാം വിഗ്രഹങ്ങളാണെന്നാണ് കൊലോസ്യർ 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അത്യാഗ്രഹങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന പിശാചിനെ ഇടം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പിശാചിനെ നമ്മളിൽ എന്തെല്ലാം അത്യാഗ്രഹമുണ്ടോ അത്രയും ഇടങ്ങൾ കിട്ടും, ഒളിപ്പടങ്ങൾ കിട്ടും. അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ശക്തി വലിച്ചിട്ട് നമ്മളെ കൊണ്ട് അത്യാഗ്രഹങ്ങൾ സാധിപ്പിച്ചിട്ട് കാര്യം സാധിക്കുന്നവനായിരിക്കും നമുക്ക് നഷ്ടമായിരിക്കും. വലിയ കള്ളന്മാർ കൊച്ചു കള്ളന്മാരെ എങ്ങനെ ഉപയോഗിക്കുന്നറിയാമോ? വലിയ കള്ളന്മാർ കൊച്ചു കള്ളന്മാർക്ക് അവരുടെ ഇഷ്ടത്തിനുള്ള ആ സാധനം എല്ലാം വാങ്ങിച്ചു കൊടുക്കും. പഠിക്കാൻ അവർക്ക് ഇഷ്ടമില്ല, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തത് കൊണ്ടുപോകും. പകൽ സമയത്ത് അവർ ഞാൻ നടക്കാനിറങ്ങും. വലിയ വലിയ ഗൃഹസ്ഥരായിരിക്കുന്നവരുടെ വീടുകൾ കണ്ടുവയ്ക്കും. അതിൻ്റെ പുറവശത്തൂടെ എല്ലാം ഒളിഞ്ഞു നോക്കും. വീടിനകത്ത് കയറാനുള്ള വഴിയൊക്കെ കണ്ടെത്തും. എന്നിട്ട് ഈ പിള്ളേരെയും കൊണ്ട് പോയിട്ട് ഈ കൊച്ചിന് കയറാവുന്ന ചെറിയ ദ്വാരം ഉണ്ടാക്കും. ഇവനെ അതിലെ കയറ്റി വിടും. നീ അതിലെ കയറി പോയിട്ട് കഥൻ്റെ കൊളുത്തങ്ങെടുത്ത് ചത്തയെ പണി നിനക്കുള്ളൂ. വലിയ സമ്മാനങ്ങൾ അവന് കൊടുത്ത് കൊടുത്ത് ചെമ്പിടുക്കൻ എന്ന് പറയും. അവനെ കഥ തുറന്നു കൊടുക്കും, കള്ളം കയറും, എല്ലാം പൊട്ടിച്ചുകൊണ്ട് പോകും, ഇവനും കൂടെ കൂടും. അവന് ഒത്തിരി സമ്മാനങ്ങൾ കിട്ടും. ആരെങ്കിലും അറിഞ്ഞു വന്നാൽ ആദ്യം പിടിക്കുന്നതായിരിക്കും ഈ കൊച്ചിനെ ആയിരിക്കും. കള്ളന് പൊടി എങ്ങ് പോകും, പയ്യനവിടെ കിടക്കും, അവനെ പിടിച്ചുകൊണ്ട് പോകും. അപ്പം ഇങ്ങനെ പിശാചിൻ്റെ ജഡമോഹത്തിൻ്റെയും കൺമോഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ പ്രതാപത്തിൻ്റെയും കാര്യങ്ങളെല്ലാം നമ്മളെ വഞ്ചിക്കാൻ വേണ്ടിയുള്ള കള്ളനായ പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. അങ്ങനെ പിശാച് പറയുന്നത് കേട്ട് എല്ലൊക്കെ ചെയ്യാനും ആഗ്രഹിക്കാനും മോഹിക്കാനൊക്കെ പോയാൽ അവൻ കാര്യം സാധിക്കും, നമ്മളെ കുടുക്കിലാക്കുകയും ചെയ്യും എന്നുള്ള കാര്യവും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ആദ്യ വനിതയായിരിക്കുന്ന ഹവ്വയുടെ ഉള്ളിൽ നീ അത്യാഗ്രഹങ്ങൾ കയറി വന്നു. അതാണ് മനുഷ്യജാതിക്ക് മുഴുവൻ പാപവും ശാപവും വരുത്തത്. ഈ കാര്യം പഴയ നിയമം മുഴുവൻ പഠിച്ചാൽ മനസ്സിലാവും.
ഉൽപ്പത്തി തൊട്ട് മലാഖി വരെ വായിക്കുമ്പോൾ ദൈവം തമ്പുരാന്റെ ദുഃഖവും സങ്കടവും വേദനയാണ് അത് എഴുതിയിരിക്കുന്നത്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് കരയുക. ഞാൻ നല്ല ഒന്നാന്തരം തോട്ടം അവർക്ക് കൊടുത്തു, അവരത് കളഞ്ഞു കുടിച്ചു, അവരെല്ലാം അവർക്ക് കൊടുത്തു. അവർക്ക് ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം ഇപ്പം തിന്നരുതെന്നേ പറഞ്ഞുള്ളൂ. അത് അവർക്ക് നന്മ തിന്മ തിരിച്ചറിയാനും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞാൽ നന്മ ചെയ്യാൻ പാക്കമാകും കർത്താവ് തന്നെ പറിച്ചു കൊടുത്തതല്ലേ. സമയമാകാഞ്ഞുകൊണ്ടാണ് അന്നേരം കൊടുക്കാൻ എന്നവർക്ക് മനസ്സിലായില്ല. ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചതിന് ശേഷം നന്മയും തിന്മയും തിരിച്ചറിഞ്ഞാൽ തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുമ്പോൾ കൊടുക്കാൻ വെച്ചിരുന്ന ഫലമാണ് നടുക്ക് വെച്ചിരുന്നത്. സമയമാകാഞ്ഞുകൊണ്ടാണ്. പാല് കുടിക്കുന്ന കൊച്ചു കുഞ്ഞിനെ ഇറച്ചിക്കറി കൂട്ടിയപ്പോഴേ തിന്നണമെന്ന് പറഞ്ഞ് സമ്മതിക്കുക. പാല് കുടിക്കുന്ന കൊച്ചിന് ഇറച്ചിക്കറി അപ്പം കഴിക്കേണ്ട കഴിയുള്ളൂ. പപ്പായും മമ്മി ഇറച്ചിക്കറി കൂട്ടുന്ന എനിക്കും വേണമെന്ന് പറഞ്ഞെടുത്ത് വായിലിട്ടാൽ എങ്ങനെ ഇരിക്കും? അത് കേട്ടാവും ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അതുകൊണ്ട് ആദാമും ഹവ്വയും പ്രായപൂർത്തിയായിട്ടില്ല. അവരെ സൃഷ്ടിച്ചിട്ടേ ഉള്ളൂ. അവർക്ക് കഴിക്കാമെന്നല്ല ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നടക്ക് നിൽക്കുന്ന കഴിക്കാറായിട്ടില്ല, സമയമായില്ല, നീ കുറച്ചുകൂടെ വളരണം, അതിനു മുമ്പ് പറഞ്ഞാൽ കേൾക്കാൻ പഠിക്കണം. അതിന് ടെസ്റ്റായിട്ട് വെച്ചാൽ നീ പറഞ്ഞതനുസരിച്ച് സമയമാകുമ്പോൾ ആദ്യം കഴിക്കേണ്ട ജീവന്റെ വൃക്ഷത്തിന്റെ ഫലമാണ്. അതിന്റെ ശേഷം രണ്ടാമത് കഴിക്കേണ്ടതാണ് നന്മ നന്മകളെക്കുറിച്ച് അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം. ഇത് രണ്ടും കഴിക്കാൻ സമയമായിട്ടില്ല. സമയമാകുമ്പോൾ അതെടുത്തു തരാം. അതുവരെ നിങ്ങൾ ക്ഷമയോടെ ഞാൻ പറയുന്നത് കേൾക്കത്. അതുമായി മനസ്സിലായോ? അത് കിട്ടിയേ കിടങ്ങുള്ളൂ. ഇത്ര കണ്ടാൽ കൊള്ളാത്ത സാധനം എങ്ങനെയാണ് കഴിക്കാതിരിക്കുന്നത്? അത് ആമ്പങ്കനോട് പറയുമായിരുന്നു, അച്ചായ ഇത് എന്നാ നമുക്ക് തരാത്തത് എന്നൊന്ന് ചോദിക്കും. അങ്ങനെ അവിടെ ചോദിക്കുന്നുമില്ല. അപ്പോൾ ആ ഭർത്താവിനോടൊരു പരിഭവം പരാതിയായി, കൊതിക്കുറവായി. ഭർത്താവും കർത്താവും ഒരു ഗ്രൂപ്പ്, ഞാൻ ഒറ്റയ്ക്കായി, എനിക്കാരുമില്ല. ഇവർക്ക് എന്നോട് സ്നേഹം ഉണ്ടാകാൻ ഇത് വേണ്ടി ആദ്യം പറിച്ചു തരാം. സ്നേഹത്തിൻ്റെ അടയാളമാണ് ആഗ്രഹം സാധിക്കുന്നത് അവരുടെ വിചാരം. അപ്പോൾ ഓരോ കാര്യങ്ങളും ആഗ്രഹിച്ചു കൊടുക്കുക, അതങ്ങ് പറയുക. കിട്ടിയില്ലെങ്കിൽ സ്നേഹമില്ലെന്ന് വിചാരിക്കുക, അല്ലെ വേറെ എല്ലാവരോടും ആ സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കുക. അങ്ങനെയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ വരുന്നതാണ് കുടുംബജീവിതം. അപ്പോൾ അതുകൊണ്ട് ഈ ആദ്യത്തെ വനിതയ്ക്ക് കൊതിക്കറിവുണ്ടായി, പരിഭവം ഉണ്ടായി, സംശയരോഗം ഉണ്ടായി. ഇതെല്ലാം പിശാച് മുതലെടുക്കും. ആ പ്രശ്നം പരിഹരിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ സ്വർഗത്തിലെ അപ്പച്ചൻ സ്വർഗത്തിൽ നിന്ന് കരഞ്ഞു. അപ്പച്ചൻ്റെ കരച്ചിലാണ് മോൻ പറഞ്ഞു, ചായ ഞാൻ പോയി ഇവരെ രക്ഷിച്ചുകൊണ്ട് വരാം, അവിടെ ശാപമില്ല ഞാൻ. അപ്പോൾ അതിനൊരു കന്യക വേണം. അതാവൻ മനുഷ്യൻ സാധാരണ ജനിക്കുന്ന വഴിയെ പോയാലൊക്കെ ചില പിശാച് കയറി പിടിക്കും. പിശാചിന് അവകാശമില്ലാത്ത തരത്തിൽ ഒരു ജനനം സംഭവിച്ച് മനുഷ്യനായി ഞാൻ ഇവൻ്റെ തല ചതയ്ക്കാമെന്ന് പറഞ്ഞു. അതിനാണ് കന്യ ഗർഭിണിയായി മോനെ പ്രസവിക്കുന്ന പരിപാടി വന്നത്. അപ്പം ആദാമിൻ്റെയും ഹവ്വയുടെയും പാപപരിഹാരത്തിന് വേണ്ടി ഇവരുടെ കൊച്ചുമകളായിട്ട് തന്നെ ഒരാൾ ജനിച്ച്, ആ കൊച്ചുമകൾ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ത്യാഗത്തോടുകൂടി ദൈവേഷ്ടം ചെയ്യാൻ മാത്രം തയ്യാറായി വന്ന് ദൈവത്തിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാകുന്ന ഒരു കന്യക ഉണ്ടാകുന്ന കാലത്ത് ആ കന്യക ഗർഭിണിയായി മകനെ പ്രസവിച്ച് ആ മകനായിട്ട് ഞാൻ പോയി ഈ പിശാചിന് തലയും ചതയ്ക്കാം, അവരെ നഷ്ടപ്പെട്ടു പോയ പ്രാണനെ വീണ്ടെടുക്കാം, അവരെ പാതാളത്തിലും സ്വർഗത്തിലേക്ക് കയറ്റാമെന്ന് ആ വാക്ക് പറഞ്ഞപ്പോഴാണ് അപ്പച്ചന് ഒരാശ്വാസം. മോനെ കൊള്ളാം, നിനക്ക് എന്നോട് അത്രയധികം സ്നേഹമുണ്ടല്ലോ, അങ്ങനെ എൻ്റെ ദുഃഖം തീർക്കാമെന്ന് പറഞ്ഞ് ഒരുങ്ങുക. അവനെ അനേക നാൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടാണ്, ആയിരക്കണക്കിന് വർഷങ്ങൾ ഒരുങ്ങിയപ്പോഴാണ് കന്യകമറിയാമന് ഈ ആഗ്രഹം വന്നത്. ഏതാ? കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുന്ന ആ കന്യക ഇരിക്കുന്നത് കാണണം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ ചതിക്കുന്നു പറഞ്ഞ് ആ കാര്യമൊന്നും സംഭവിച്ചാൽ കൊള്ളാം. പരിശുദ്ധ കന്യമറിയാം ദേവാലയത്തിൽ താമസിക്കുന്ന കാലത്ത് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് അതുവരെ വന്നിട്ടില്ല. മലാഖി വരെയുള്ളതായ 39 പുസ്തകങ്ങളിലെ, അതുകൂടാതെ വേറെയും പല പുസ്തകങ്ങളുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളെല്ലാം തന്നെ വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ശ്രദ്ധിച്ചു കേട്ടപ്പോൾ മറിയാമൻ്റെ മനസ്സിൽ ആഴമായി പതിഞ്ഞ ആശയമാണ് മനുഷ്യജാതിയുടെ ഏറ്റവും വലിയ ആവശ്യം ഈ വല്യമ്മച്ചി ഉണ്ടാക്കി ശാപം മാറ്റുക എന്നുള്ളതാണ്. ഈ ശാപം മാറിയാലേ അനുഗ്രഹം വാങ്ങിക്കാനൊക്കെ ഉള്ളൂ. ശാപം മാറാതെ അനുഗ്രഹം വാങ്ങിച്ചാൽ അതങ്ങ് ചോർന്നു പോകും. ഓട്ടക്കലത്തിൽ വെള്ളം കോരുന്ന പോലെയാണ്, ഓട്ടസഞ്ചിയിൽ പണം ഇടുന്ന പോലെയും ഓട്ടക്കലത്തിനകത്ത് വെള്ളം കോരുന്ന പോലെയാണ് ശാപം മാറാത്ത അനുഗ്രഹങ്ങൾ. എല്ലാവർക്കും അനുഗ്രഹം കിട്ടാൻ വലിയ കൊതിയ. ജോലി വേണം, ധനം വേണം, മാനം വേണം, ജീവൻ വേണം, സ്നേഹം വേണം, എല്ലാത്തിനും കൊതിയ. പക്ഷെ ശാപം മാറിയിട്ടുമില്ല. അപ്പോൾ ശാപത്തിൻ്റെ ഓട്ടം അടയ്ക്കാതെ എന്നാ കിട്ടിയാലും അനുഭവിക്കാനൊക്കെ വരുന്ന അനുഭവം നമുക്ക് എല്ലാവർക്കും ഇല്ലേ? ഇതെല്ലാം ഉണ്ടായിരുന്നില്ല, അനുഭവിക്കാൻ കിട്ടുന്നത് ഇതെല്ലാം കിട്ടിയതാണ്. അതെല്ലാം പോയതിൻ്റെ കാര്യം എന്താ? ശാപം തീരാതെയും ദോഷത്തിൻ്റെ കെടുതികൾ മാറ്റാതെയും നമ്മൾ എന്തെങ്കിലും പ്രാപിച്ചു പോയാൽ നമുക്ക് നഷ്ടമാണ്, കഷ്ടമാണ്, സങ്കടമാണ്, ദുഃഖമായി വരുത്തുന്ന കാര്യം. അതുകൊണ്ട് പരിശുദ്ധ കന്യമറിയാമാണ് കൃപായുഗത്തിൽ ആദ്യമായി
വനിതകളുടെ ഏറ്റവും വലിയ പ്രശ്നം മനസ്സിലായത്. അതുകൊണ്ട് എനിക്ക് ദൈവേഷ്ടം നടന്നാൽ മതി, ആ കന്യയെ ഒന്ന് കണ്ടാൽ മതി, എനിക്ക് ആ കന്യാസ്ത്രീ അമ്മയൊന്ന് കണ്ടാൽ കൊള്ളാം, ആ കന്യാസ്ത്രീ അമ്മയ്ക്ക് എന്ന് എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിച്ചു. നീ തന്നെയാണ് ആള് എന്ന് പറഞ്ഞപ്പോൾ എല്ലാം സഹിച്ചോളാം എന്ന് പറഞ്ഞത് ഏറ്റു പറഞ്ഞുകൊണ്ടാണ് കന്യമറിയാവിനെ യേശുവിൻ്റെ അമ്മയാകാൻ സാധിച്ചത്. അപ്പോൾ കന്യമറിയാവിന് വേറെ യാതൊരു ആഗ്രഹമില്ലാതായി. അതുകൊണ്ടാണ് ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടുമെന്ന് പറയും. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് എങ്ങനെയാണ് മുള പൊട്ടുന്നത്? അപ്പോൾ അതെങ്ങനെ കുറ്റി ആയതന്നെ? അപ്പം ഇശായിയുടെ ഒരു മകളായിരുന്നു, കൊച്ചുമകളായിരുന്നു കന്യമറിയാം. 12 വയസ്സ് വരെ പള്ളിയിൽ താമസിച്ച് വേദോസം ശരിക്കും വായിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ആഗ്രഹങ്ങളുടെ എല്ലാ ശാഖകളും വെട്ടിക്കൊണ്ടേയിരുന്നു. എനിക്കത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, അതെല്ലാം വേണ്ടാന്ന് പറഞ്ഞിട്ട് ദൈവേഷ്ടം മാത്രം മതി എന്ന് പറഞ്ഞ് കമ്പെല്ലാം വെട്ടി വന്നപ്പോൾ ചുവടിലെത്തി. പിന്നെ കുറ്റിയേ ഉള്ളൂ പിന്നെ ബാക്കി. അപ്പോൾ സ്വയം ജഡമോഹം, കൺമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം, ഇതിൻ്റെ ശാഖകളാണ് ബാക്കിയില്ല. എല്ലാ പാപങ്ങളുടെയും മൂല കാരണം ജഡമോഹവും കൺമോഹവും ജീവിതത്തിൻ്റെ പ്രതാപവുമാണ്. അങ്ങനെ മറിയാം ദൈവവചനപ്രകാരം കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുറ്റി ശേഷിച്ചു. ആ കുറ്റിയിൽ നിന്ന് ഉളച്ചു വന്നതാണ് ആര്? യേശു കുഞ്ഞ്. അതുകൊണ്ടാണ് ഇശായിയുടെ കുറ്റിയിൽ നിന്ന് മുള പൊട്ടിപ്പുറപ്പെടുമെന്ന് പറയും. അപ്പം അങ്ങനെ മറിയാം അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും വെട്ടിക്കളഞ്ഞ് കുറ്റിയായപ്പോൾ അതിന് മുളച്ചു വന്നു. ആ മുള വളർന്നു വന്നതായിട്ടാണ് ജീവവശത്തിൻ്റെ ഫലമായി മാറിയത്. ആ കുറ്റിയിൽ നിന്നും മുള ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ കർത്താവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഇനിയും ഇപ്പോഴും മുളയുണ്ടാകുന്നുണ്ട്, ഒത്തിരി മുളകളുണ്ടാകുന്നുണ്ട്. ആ മുളകൾ നമ്മുടെ മുറികളിൽ ഒട്ടിച്ച് നമുക്ക് ബഡ് വൃക്ഷങ്ങളാകാൻ സാധിക്കും. ഇന്നോട് വന്നിരിക്കുന്നവർക്ക് വേണ്ടി കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു സന്ദേശമാണ്, അനേകർ മുറിവും ചതവേറ്റൂടെ ഇന്ന് വരുന്നുണ്ട്. അവരെ കാണിച്ചു തന്നു. പലവിധ ആത്മീയവും മാനസികവും ശാരീരികമായ മുറിവുകളും ചതവുകളുമായ അനേകരോട് വരും. അവരെ ആശ്വസിപ്പിക്കണം. അത് ഞെക്കിക്കഴുകി ആ ചതഞ്ഞിരിക്കുന്നവരെല്ലാം ഒന്ന് കീറി അതൊക്കെ ഒന്ന് ഞെക്കിക്കഴിഞ്ഞ് അവിടെ അതിനകത്ത് കെട്ടിക്കിടക്കുന്ന നീരെല്ലാം വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ വലിയ മുറിവാകുന്നത്. കൊച്ചു മുറിവ് ഞെക്കി കഴുകാമെങ്കിൽ ഒരു കൊച്ചു മുറിവ് രക്തം വഹിക്കുന്ന മുറിവായിട്ട് മാറിയാൽ അവിടേക്ക് ഈ യേശുവിൻ്റെ മുളയെ, ഈ മറിയാമിൻ്റെ മുളയെ ഒട്ടിച്ചു ചേർത്താൽ യേശുവിൻ്റെ സ്വഭാവമുള്ള കമ്പുകളും കൊമ്പുകളായി മാറും. നന്ദി പറയണ്ടേ? ഇപ്പം മുറിവേൽപ്പിച്ചവർക്ക് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? മുറിവേൽപ്പിച്ച വീട്ടുകാർ തന്നെ എന്തുമാത്രം മുറിവേൽപ്പിച്ചിരിക്കുന്ന ഭാര്യയും ഭർത്താവും മക്കളും അമ്മായിയമ്മയും മരുമകളും എന്തുമാത്രം മുറിവുകളാണ്. അത് പരിഹരിച്ചുകൊണ്ടിരിക്കുക. അത് കർത്താവ് അനുവദിച്ചിരിക്കുക എന്തിനാണെന്നറിയാവോ? കന്യമറിയാമിൻ്റെയും കർത്താവിൻ്റെയും വൃക്ഷത്തിൽ നിന്ന് ഒത്തിരി മുളകൾ നമുക്ക് ഒട്ടിച്ചേർക്കാൻ സാധിക്കും. നമുക്ക് അവരെ പോലെ ആകാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ എല്ലാ മുറിവുകളെയും ചതവുകളെയും കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാമെങ്കിൽ ഈ വനിതാ ദിനത്തിൽ വനിതകൾക്കുണ്ടായിരിക്കുന്ന പുരുഷന്മാരുടെ പ്രാണക്കുട്ടികളാകുന്ന വനിതകൾക്ക്, സ്ത്രീകളുടെ പ്രാണക്കുട്ടികളാകുന്ന വനിതകൾക്ക്, എല്ലാ വനിതകൾക്കും ഗർഭം മുതലേ മുറിവും ചതവും ഉണ്ടാകുന്നുണ്ട്. ആ മുറിവുകളും ചതവുകളും വെച്ച് കെട്ടിയിട്ടില്ല, ഞെക്കിക്കഴിയിട്ടില്ല, വെറുപ്പിച്ചിട്ടുമില്ല എന്നുള്ള കാര്യം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ കണ്ട് യെശയ്യാവ് കരയുക. യെശയ്യാവിന് കിട്ടിയ ഏറ്റവും വലിയ ആദ്യത്തെ ദർശനം ഇതാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ മുറിവുകളും ചതവുകളും അത് ഞെക്കിക്കഴിയിട്ടുമില്ല, വെച്ച് കെട്ടിയിട്ടുമില്ല എന്ന് പറഞ്ഞ് യെശയ്യാവ് കണ്ട് കരയുക. ദൈവമേ, ഇതാണല്ലോ അവസ്ഥ. ആദാവിൻ്റെ അവയുടെയും കാലം മുതൽ മുറിവും ചതവുമായി കഴിയുന്ന. അപ്പോൾ സ്നേഹിച്ചു കൊണ്ടിയാലും പണി കൊണ്ടിയാലും കോപം. ഈ കോപം വരുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? അത്രയ്ക്ക് പഴുത്ത് വ്രണമായിട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അങ്ങനെ വ്രണമായിരിക്കുന്നവരെ സ്നേഹിച്ചു കൊണ്ടിയാലും പിണങ്ങി കൊണ്ടിയാലും അവർ ഒന്ന് തൊഴിക്കണമെന്നായിരിക്കും തോന്നുന്നത്. ഞാൻ തൊഴി വിട്ടിട്ടുണ്ട്. ഞാൻ ആശുപത്രി നടത്തിയ കാലത്ത് തമിഴ്നാട്ടിലെ തമിഴന്മാരുടെ കാല് കഴുകാനൊരു ആശുപത്രി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആശുപത്രി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കാലിലും കയ്യിലെല്ലാം പുണ്ണ് കാണും. വെച്ച് കെട്ട് നല്ലോണം ഞെക്കി അതിനകത്ത് പഴുപ്പ് കളഞ്ഞാലേ മരുന്ന് വെച്ചാൽ വീട്ടുമല്ലോ, അറിയാവോ? ഞാൻ ഒരു കാലം ഞെക്കുമ്പോൾ മറ്റേ കാലത്ത് തൊഴി കൊണ്ടിട്ടുണ്ട്. പിന്നെ കാലെ പിടിക്കാൻ ആളെ ഇരുത്തിക്കൊണ്ടേ പിന്നെ ഞെക്കുമായിരുന്നു ഞാൻ കയറുന്നു. അപ്പോൾ കയ്യും കാലും ഒക്കെ പിടിച്ചോണ്ടിരുന്നാലേ ഈ ഞെക്കി കഴുകി ശരിയാക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ വലിയ കാര്യത്തിൽ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ചെല്ലും. ഒരു കുത്തും ഒരു തൊഴിയായിരിക്കും മറുപടി കിട്ടുന്നത്. ഞാൻ ആരാ എന്നോട് പഠിപ്പിക്കാൻ? എന്തിനാ എന്നെ ഉപദേശിക്കും? എനിക്കിതൊക്കെ അറിയാം എന്നുള്ള ഭാവത്തിലായിരിക്കും നമ്മുടെ ഉപദേശം. അപ്പോൾ നമ്മുടെ ഉപദേശങ്ങൾ ഇത് കഴുകി കെട്ടാതെ ഞെക്കി കഴുകാതെ അതിൽ ബഡ് ചെയ്യാതെയും ഒരു ഉപദേശം കൊണ്ട് ഒരു ഗുണവുമില്ലെന്ന്. നമ്മളിങ്ങനെ തത്വജ്ഞാനം പറഞ്ഞ് മനുഷ്യരെ വിഷമിപ്പിക്കാമെന്നില്ല, വല്ല ഗുണമുണ്ടോ? അതുകൊണ്ട് ആദ്യം ഇവരെ ഒന്ന് മയക്കി കിടത്തി കയ്യിലും കാലിലൊക്കെ പിടിപ്പിച്ച് അവിടെ മുറിവുകളും ചതവുകളൊക്കെ ഞെക്കി കഴുകി അതൊക്കെ വെച്ച് കെട്ടി ഓപ്പറേഷൻ ചെയ്ത് അതിന് ശേഷം ബോധം വീണ് കഴിയുമ്പോൾ അവർക്ക് സ്നേഹം തോന്നും. അയ്യോ, എൻ്റെ പുണ്ണൊക്കെ മാറി വരുന്നു, എൻ്റെ വേദനയൊക്കെ കുറയുന്നുണ്ട്, നന്ദി പറയാൻ തുടങ്ങും. അപ്പോൾ
അപ്പം നന്ദിയില്ലാത്തവരുടെ എല്ലാ ഹൃദയത്തിൽ ഉണങ്ങാത്ത മുറികളും ചതവുകളും ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നാളുകൾ പിടിക്കും. മുറി ഉണ്ടാക്കാൻ 1 മിനിറ്റ് മതി, മുറി ഉണങ്ങാൻ വർഷങ്ങൾ ചിലപ്പോൾ പിടിച്ചെന്നിരിക്കും. ആഴമനുസരിച്ചതിൻ്റെ കാലം വ്യത്യസ്തമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ വനിതാ ദിനത്തിൽ പരിശുദ്ധ കന്യമറിയാം ഈ കാര്യം കണ്ടെത്തി മനുഷ്യജാതിയുടെ മുറിവ് ഉണക്കാൻ പറ്റിയ ഒരു മോനെ ഞാൻ സ്വീകരിച്ചോളാം. അങ്ങനെ യേശു മുറിവ് കെട്ടുന്നയാളാണ്, ചതഞ്ഞതെല്ലാം നന്നാക്കുന്നയാളാണ്, സങ്കടം കേൾക്കുന്നയാളാണ്, നമ്മളെല്ലാവരെയും ദൈവസ്നേഹമുള്ളവരാക്കാൻ വന്നയാളാണ്. അപ്പം മറിയാമിൻ്റെ അതേ ഭാഷയിൽ ആ ആദ്യത്തെ വനിതയുടെ പ്രശ്നം പരിഹരിക്കാൻ അവസാനമായി വന്ന വനിത ജീവിതം മാറ്റിവെച്ചുകൊണ്ട് ആ വനിതയെ നമ്മളിന്ന് ആദരിക്കുന്നു. അപ്പോൾ കന്യമറിയാമിൻ്റെ കൊച്ചുമകളായ അഹുവായുടെ കൊച്ചുമകളായിട്ട് വന്ന കന്യമറിയാം, ആ കന്യമറിയാമിനെ പോലെ നമുക്കും ദൈവേഷ്ടം ചെയ്ത് മുറിവ് ഉണക്കുന്നവരും മുറിവും ചതവും ദൈവത്തിൻ്റെ നല്ല മുളകളെ വളർത്തിയെടുക്കുന്ന ഇടവുമാക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഹവ്വായുടെ സ്വഭാവം മാർത്തയ്ക്കുണ്ടായിരുന്നതുകൊണ്ടാണ് മാർത്തയ്ക്ക് വിചാരവും ആകുലങ്ങളും എല്ലാം ഒന്നിച്ചുണ്ടായി. ആകുലങ്ങളും ഇതൊക്കെ പിശാചിൻ്റെ പരിപാടി, അനുഗ്രഹം തട്ടിക്കളയാനുള്ള പരിപാടിയായത്. അപ്പോൾ എനിക്ക് നിന്നെയില്ലാതെ ഒന്നും വേണ്ടെന്ന് പറയാൻ അപ്പോഴേ ഹൃദയം ശുദ്ധമാകുന്നതാണ് 73-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പോൾ എന്തെല്ലാം ആഗ്രഹം വന്നാലും എന്തെല്ലാം ആശ വന്നാലും ഉടനെ തന്നെ അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവ് ഇങ്ങനൊരു ആശ വരുന്നുണ്ട്, അതിൻ്റെ പുറകിൽ ഏത് ആത്മാവാണ് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് എനിക്ക് കർത്താവിനെ മതി, കർത്താവിന് ഇഷ്ടമുള്ളപ്പോൾ അത് നടക്കട്ടെ, അതുവരെ എനിക്കത് വേണ്ട, കർത്താവിനെ എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ പിശാച് നമ്മളെ തോൽപ്പിക്കാൻ പോകും. അപ്പോൾ യേശുവിനെ കേന്ദ്രമാക്കിയ ജീവിതം ഉണ്ടായാൽ, യേശു മാത്രം മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പിശാച് നമ്മളെ തൊടുകയില്ല. പിശാചിനെ തോൽപ്പിച്ച ഏറെ ആൾ യേശുവാണ്. അപ്പോൾ പിശാച് നമ്മളെ പിടിക്കാതിരിക്കണം. എന്നാ ചെയ്യണം? അവൻ്റെ അകത്തം കയറി വരിക, നമ്മുടെ വാണനെ അവൻ്റെ വഴിയിൽ നടത്തി അവൻ്റെ ഉള്ളിലാക്കാൻ പിന്നെ ഒന്നും പേടിക്കണം. ഒരു ബാധയും കൂടാരത്തിന് അടുത്തേയില്ല. പക്ഷെ അവനോട് പറ്റിച്ചേർന്നിരിക്കണം. നമ്മുടെ ഹൃദയം വചനമായ യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കാമെങ്കിൽ അവൻ നമ്മളെ തൻ്റെ ഉള്ളിൽ മറച്ചു വെക്കും. ആർക്കൊന്നും ചെയ്യാനൊക്കില്ല. എന്നാ ചെയ്താലും അവനിട്ടേ ഉള്ളൂ. ശൗലേ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചപ്പോൾ എന്നാ കർത്താവ് എന്ന് ചോദിച്ചു, നീ എന്നെ? അപ്പം നമുക്കിട്ട് ആരെങ്കിലും അടിക്കുകയോ ഇടിക്കുകയോ ചെയ്താൽ കർത്താവിനോട് കൊണ്ടുപോകുമെന്ന് കർത്താവ് ചോദിച്ചോളൂ. കാര്യം നമ്മൾ ചോദിക്കാൻ പോകണം. നമ്മൾ വെളിയിൽ ചാടിയെന്നല്ലേ അർത്ഥം. കർത്താവ് ചോദിക്കാൻ വേണ്ടി നമ്മുടെ അകത്ത് ഒളിച്ചങ്ങ് ഇരുന്നുകൊണ്ടാൽ മതി. നമ്മൾ ചാടിപ്പോയാൽ പോകാൻ നമ്മളെ ഒരു പേടിയില്ല, നമ്മൾ അടി കൊണ്ടുവച്ചേ പോകുള്ളൂ. അതുകൊണ്ട് കർത്താവിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ, കർത്താവിന് ഇതെല്ലാം കിട്ടാൻ തക്കവണ്ണം കർത്താവിൻ്റെ ഉള്ളിലാക്കിക്കോ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രമാണം. അതുകൊണ്ട് മാർത്തയെ നല്ല ശീലം പഠിപ്പിച്ചു. മാർത്തയോട് പറഞ്ഞു, നീ ഈ സഹോദരി ഇരിക്കുന്ന പോലെ കൂടെ ഇരിക്കാമെങ്കിൽ നിന്നെ ഇതുപോലെ ഭാഗ്യമുള്ളവളാക്കാൻ സാധിക്കും. അതുകൊണ്ട് വീട്ടിലെ ജ്യേഷ്ഠത്തി അനിയത്തിക്ക് 2 സ്വഭാവക്കാരായിരിക്കും. ചേട്ടനും അനിയനും, അപ്പനും മക്കളും നാത്തുമാരിലും ഒരേ സ്വഭാവക്കാരായിരിക്കും. എല്ലാ അനുവും കാണും കേട്ടോ. മാർത്തയുടെ അനുവും കാണും, മറിയയുടെ അനുവും. മാർത്തയും മറിയയും കൂടെ ചേർന്ന് മാർത്ത മറിയ അനുഭവം. മർത്ത മറിയ സമാജത്തിൽ രണ്ടും കാണും കേട്ടോ. മാർത്തയും കാണും, മറിയയും കാണും. അപ്പോൾ ഇതെല്ലാ അനുവും കൂടെ ചേർന്നാൽ എല്ലാവരും വചനം കേട്ട ദൈവസ്ഥിതിയിൽ വരാമെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് മതി എന്ന് പറയുന്നിടം വരെ നിങ്ങളുടെ ജീവിതം ശുദ്ധീകരിപ്പാൻ വനിതാദിനം ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ തലകളെ ഉണക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾ മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ കർത്താവ് ചെന്ന കാര്യം കേട്ടു. മാർത്തയ്ക്ക് പലവിധ കാര്യങ്ങളെക്കുറിച്ച് ആകുല ചിന്തയുണ്ടായത്. ഹവ്വായുടെ സ്വഭാവം കൂടുതൽ മാർത്തയ്ക്കുണ്ടായിരുന്നു. മറിയ കർത്താവിൻ്റെ വചനം കേട്ട് വചനത്തിൻ്റെ രുചി എന്നാണെന്ന് മനസ്സിലായതുകൊണ്ട്, വചനം തമ്പുരാൻ്റെ സ്നേഹവും സാന്നിധ്യവും അവൾ രുചിച്ചറിഞ്ഞിരുന്നതുകൊണ്ട് കിട്ടിയ ലാക്കിന് കർത്താവിൻ്റെ കൂടെ വചനം കേൾക്കാനിരുന്നു. അതുകൊണ്ട് കർത്താവെ, നിൻ്റെ വചനം തേൻ പോലെയും പാല് പോലെയും തൈര് പോലെയും ഒക്കെ ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ള പ്രവാചകന്മാരുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളെ വചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇണചേർക്കുവാനും ഞങ്ങളുടെ ഹൃദയം സമുദ്രം പോലെ വികസിക്കുമ്പോൾ അളവില്ലാതെ തരുന്ന പരിശുദ്ധാത്മാവിനെ നദി പോലെ ഉൾക്കൊള്ളുവാനും അങ്ങനെ ഞങ്ങളുടെ ഹൃദയമാകുന്ന സൗന്ദര്യത്തിൽ നീതിയുടെ അനുഭവങ്ങൾ അലയടിച്ച് ഞങ്ങൾ സമുദ്രതീരത്തിൽ വന്നു കയറി അവയെല്ലാം പുതിയ നീതിയുടെ അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുമെന്ന് യെശയ്യാ 48:18 പറഞ്ഞിരിക്കുന്നത് അന്വർത്ഥമാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കേൾക്കാനായിട്ട് തന്നെ.